ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് 2 നിമിഷം കൊണ്ട് ബോംബെ റവ ഉപ്മ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ അങ്ങനെ ഒരു ടേസ്റ്റി ഐറ്റംസും ഇതിന് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉപ്മ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ഏകദേശം 2 കപ്പ് ബോംബെ റവ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ലൈറ്റായിട്ടൊന്ന് വറുക്കണമല്ലോ. വറുക്കുമ്പോൾ ഒരു നുള്ള് ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നുള്ളി നമ്മൾ സാദാ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് സൈഡിൽ മാറ്റി വേറൊരു പ്ലേറ്റ് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനായാലും പിന്നെ പുതിയതായിട്ട് ബേസിക് കുക്കിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കായാലും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി അടിപൊളി ഉപ്മ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതേ ചീനച്ചട്ടിയിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പും പിന്നെ വറ്റൽ മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കരിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഏകദേശം 2 കപ്പ് ബോംബെ റവയാണ് ചേർത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ 2 കപ്പ് വെള്ളവും പിന്നെ 3 കപ്പ് വെള്ളവും പിന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കല്, കാരണം പാല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കാൻ പാടില്ല ഡയറക്റ്റായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ബോംബെ റവയിൽ അതിനകത്ത് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർക്കല്, പാല് പിഴിഞ്ഞു പോകും. ഇനി അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഉപ്മാ റവ ഇട്ടിട്ട് ഒന്ന് ഈ ഒരു സ്റ്റൗയുടെ ഒരു ഫ്ലെയിം എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിട്ട് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് 2 മിനിറ്റ് നല്ല ടേസ്റ്റി നല്ല സിമ്പിളായ ഉപ്മ തയ്യാറാവും. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, ഫോളോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ